അതെങ്ങനെ സംഭവിക്കും? അത് സംഭവിക്കാനുള്ള വഴിയും കർത്താവ് ഒരു വചനത്തിലൂടെയാണ് പറഞ്ഞു തന്നത്. റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ കൂട്ടായ്മയിൽ ഈ ജ്ഞാനസ്നാനത്തെക്കുറിച്ചൊക്കെ പറയുമ്പം ചിലപ്പം നിങ്ങൾക്ക് ചിലർക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും, മാമോദിസ സ്വീകരിക്കാത്തവർക്ക്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇവിടെ പറയുക. ഈ ലോകത്തിന് മരിച്ചവരാകാനുള്ള പ്രഥമമായ കൂദാശയാണ് ജ്ഞാനസ്നാനം. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ അവൻ്റെ മരണത്തോട് ആണ് ഐക്യപ്പെടുന്നത്. എൻ്റെ പേര് നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായില്ലേ? നന്ദിനി. ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ 34-ാമത്തെ വർഷമാണിത്. 20 വയസ്സിൽ വന്നതാണ് ഞാനിവിടെ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ, 20 വയസ്സിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ 20 വയസ്സ് വരുമ്പോൾ ഞാൻ ഒരു 4 കൊല്ലം വെയിറ്റ് ചെയ്തു ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ. ഈ ബഹുമാനപ്പെട്ട മാത്യു നായിക്കം ബർമിൽസിൻ്റെ കൂട്ടത്തിലായിരുന്നു ശുശ്രൂഷയിൽ ആദ്യകാലങ്ങളിൽ ഒക്കെ. ഞാൻ അച്ഛനോട് മാമോദീസ തരാൻ പറഞ്ഞ അച്ഛൻ തരികയില്ല. കൂടുതൽ പറഞ്ഞ അച്ഛൻ ഒരു ഡയലോഗുണ്ട്, ഒരു മാസ്റ്റർ പീസ് ഡയലോഗ് എൻ്റെ നേരെ, അടങ്ങ് വേല ഇതാ. പിന്നെ ഞാനൊന്നിനും പറയാൻ പോവുകയില്ല. അങ്ങനെ ഒരു 5-6 മാസം കഴിയുമ്പോഴാണ് പിന്നെ ഒന്ന് ചോദിക്കുക, അച്ഛൻ എനിക്ക് മാമോദീസ തിങ്ങണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 4 കുർബാനയിലെങ്കിലും ഞാൻ ശുശ്രൂഷയായിട്ട് നിൽക്കും. എനിക്കാണ് എല്ലാം ചെയ്തു കൊടുത്തിട്ട് അവസാനം കുർബാനയിലും കൂടിയിട്ട് ഞാൻ മാത്രം കുർബാന സ്വീകരിക്കാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. വർഷങ്ങളായിട്ട് അങ്ങനെയായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിഷമം വരുമ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് മാമോസ അച്ഛാ. അച്ഛൻ പറയും, അടങ്ങ് വേല ഇതാ. അങ്ങനെ എൻ്റെ 24-ാമത്തെ വയസ്സിൽ ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. സത്യത്തിൽ ഈ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത്, കർത്താവിലേക്ക് വന്നതിന് ശേഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ജ്ഞാനസ്നാനത്തിലൂടെ ഒരു വ്യക്തി അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനും, മാമോദിസ സ്വീകരിക്കാത്ത ആളാണെങ്കിൽ യേശു ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായി ഏറ്റുപറയുന്ന ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റേതാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ നാഥൻ, യേശുവാണ് എൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റേതല്ലെന്നുള്ളൊരു പ്രഖ്യാപനം വരികയാണ്. ആ വചനം ഇതാണ്, യോഹന്നാൻ്റെ സുവിശേഷം 1:12. അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം, അവൻ്റെ നാമം സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി. അവർ ജനിച്ചത് മാംസരക്തങ്ങളിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ ഒരു ജനനം നടന്നു. യേശുവിൽ വിശ്വസിച്ചവർക്കും യേശുവിൻ്റെ നാമം സ്വീകരിച്ചവർക്കും ദൈവമക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി. അവർ ജനിച്ചത് മാംസരക്തങ്ങളിൽ നിന്ന് അല്ല, കർത്താവിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മാമോദിസ സ്വീകരിക്കാത്തവർ യേശു വിശ്വസിച്ച് യേശുവിൻ്റെ നാമം സ്വീകരിച്ചാൽ തന്നെ അവരാരായി മാറി? ദൈവമക്കളായി മാറി. അപ്പോൾ ഈ മാനുഷികമായ നമ്മുടെ ഈ പൊസിഷനിൽ ഒരു വ്യത്യാസം വരികയാണ്. നിങ്ങൾ മരിച്ചടക്കിന് പോയിട്ടുണ്ടോ? ശവടക്കിന് പോയിട്ടുണ്ടോ? കൂടിയിട്ടുണ്ടോ? ചിലർക്ക് പേടിയാന്നേ, ചിലർ പോകുകയല്ല. മരിച്ചടക്കിന് ചെല്ലുമ്പോൾ നിങ്ങളിങ്ങനെ പെട്ടിക്കകത്ത് ആശാനെ മുക്കി പഞ്ഞിയൊക്കെ വെച്ച് പൂക്കളൊക്കെ വെച്ച് ആശാനെ ഇങ്ങനെ കിടത്ത്, നമ്മുടെ ഏറ്റവും അടുത്തയാളോ അകന്നയാളോ കൂട്ടുകാരോ അയൽക്കാരോ ആയിരിക്കോട്ടെ, നിങ്ങളെ കാണുമ്പോൾ കണ്ണു തുറന്നിട്ട് ഇപ്പോഴാണോ വരുന്നത് എന്നാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചാലോ നമ്മളവിടെ നിന്ന് എത്ര സ്പീഡിൽ പോകുന്നറിയോ? അല്ലേ? അന്തം കത്തി അയലൊക്കെ ഇതെന്ത് നീ അടക്കം ഇവിടെ പോയിട്ട് ഞാനിങ്ങ് കഴിച്ചിലായതാട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇനി ആ കിടക്കുന്നയാള്, ഈ ക്യാമറാമാന്മാരൊക്കെ ഉണ്ടല്ലോ എല്ലായിടത്തും അല്ലേ? അപ്പോൾ അവരിങ്ങനെ ഫോട്ടോയ്ക്ക് ഫോക്കസ് ചെയ്യുമ്പം മരിച്ചയാളുടെ മുഖത്തേക്കല്ല, അവിടെ അടുത്ത് നിൽക്കുന്ന ബന്ധുക്കളുടെ നേരെയായിരിക്കും ക്യാമറ. അപ്പോൾ ഈ ചങ്ങായി പറയാ, ഈ കിടക്കുന്ന ടീമേ മൂക്കി പങ്ങിഞ്ഞ് വെച്ച് പെട്ടി കിടക്കുന്ന ടീം പറയാം, അളിയാ എൻ്റെ നേരെ ഫോക്കസ് ചെയ്യ് എന്ന് ക്യാമറമാനോട് പറഞ്ഞാലോ? അത് സംഭവം അല്ലേ? പ്രൈസ് ദി ലോർഡ്.
നമ്മൾ ഈ ലോകത്തിൻ്റെതല്ലെന്നും നമ്മൾ കർത്താവിൻ്റെതാണെന്നും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് അന്വേഷിക്കുന്നത്. അന്വേഷിക്കുന്നതിൻ്റെ തെളിവാണ് നമ്മളുണ്ടാക്കുന്ന കലഹങ്ങൾ. പ്രൈസ് ദി ലോർഡ്. എന്നെ മാനിച്ചില്ല, എന്നെ നോക്കിയില്ല, എന്നെ നോക്കി ചിരിച്ചില്ല, എനിക്ക് വേണ്ട സ്ഥാനം തന്നില്ല, എന്നെ അംഗീകരിച്ചില്ല, എന്നെ ചവിട്ടി പുറത്താക്കി, എന്നെ വളർത്തിയില്ല, എന്തെല്ലാം അല്ലേ കംപ്ലൈൻറ്റുകളാ പറയാറില്ലേ നമുക്ക് തോന്നാറില്ലേ? ഇതെന്താ സൂചിപ്പിക്കുന്നത്? എനിക്കും ഇവിടെ ജീവിക്കണം മരിക്കുവോളം അല്ലേ? നമ്മളിങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അംഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് ഭർത്താവ് സ്നേഹിച്ചില്ലെന്ന് പറഞ്ഞാലും, ഭാര്യ സ്നേഹിച്ചില്ലെന്ന് പറഞ്ഞാലും, മക്കളെ നോക്കിയില്ലെന്ന് പറഞ്ഞാൽ, പെട്ടിക്കിടക്കുന്നവൻ്റെ മനോഭാവത്തിലേക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ കത്തുകയില്ല.